VT ഫുഡ് ആൻഡ് ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യമായിട്ടാണ് പുറത്തു പോയി ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു ബന്ധു വീട്ടിൽ കുറേ ചെടികളുണ്ട്. ഗ്രൗണ്ട് ഓർക്കിഡ് ഒക്കെയാണ് കൂടുതലുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനായിട്ട് ഞാൻ ആ വീട്ടിലോട്ട് വന്നതാണ്. അപ്പോൾ അതിൻ്റെ ആളിനെ നമുക്ക് വിളിക്കാം. വാ. ഞാനേ നിങ്ങളുടെ ചെടികളൊക്കെ ഒന്ന് നോക്കാനും എൻ്റെ യൂട്യൂബിനകത്തോട്ട് അതൊന്ന് ഇടാനും വേണ്ടിയിട്ടൊക്കെ വന്നതാ. ശരി. ഗ്രൗണ്ട് ഓർക്കിഡ് നോക്കാൻ വന്നേ. അപ്പോൾ കാണാണ്ട് അടീനിയോ ഇരിക്കുന്നു. അപ്പോൾ അടീനിയവും കൂടെ ഒക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഈ അടീനിയൊക്കെ ഇത് എവിടുന്നാ മേടിക്കുന്നേ? സിംഗിൾ പെറ്റലൊക്കെ നാട്ടിലത്തതാ. ഡബിൾ പെറ്റൽ വേണ്ട അതൊരെണ്ണം. അത് വെസ്റ്റ് ബംഗാളില്ല. ഒരെണ്ണം അല്ല, ഇതൊരു വെറൈറ്റി പൂവ്. ഇത്രേ ഉള്ളോ? അല്ല, ഇതിലും വലിയ, ഇത് രണ്ടാമത്തെ ഫ്ലവറാ. ആദ്യത്തെ ഫ്ലവർ നല്ല വലിയ ഫ്ലവറായിരുന്നു. ഇപ്പൊ ഈ മഴയൊക്കെ വന്നപ്പോൾ ഇച്ചിരി അതൊന്ന് ചെറുതായിപ്പോയി. മഴയൊക്കെ വരുമ്പോഴേ ചിലതിനകത്തൊക്കെ എന്നുണ്ടെങ്കിൽ ഇല ഒന്നും ഇല്ല, മുട്ട തന്നെ വന്നിട്ടുണ്ടല്ലേ? അതെ, ഇല ഇല്ലാതെ മുട്ടുണ്ട്. കൂടുതൽ ചൂട് സമയത്താണോ പൂ കൂടുതൽ പിടിക്കുക? അടീനിയത്തിനകത്ത് പൂവുള്ളത് ചൂട് സമയത്താ. നല്ലോണം ചൂട് വരുമ്പം നല്ലോണം പൂക്കളുണ്ടാവും. നമ്മളന്നേരം വെള്ളം അധികം കൊടുക്കണ്ടേ? വെള്ളം കൊടുക്കണം. ചൂട് സമയത്ത് വെള്ളം കൊടുക്കണം, മഴ സമയത്ത് വെള്ളമൊന്നും കൊടുക്കണ്ട. അപ്പോൾ ഇത് ബൊഗൈൻവില്ല ഇത് വെറിഗേറ്റഡ്, ഇത് ഹൈബ്രിഡ് രീതിയിലുള്ള ബൊഗൈൻവില്ലയാണ് ഇത്. ഇപ്പം പൂക്കൾ കുറവാ. അടുത്ത മാസമൊക്കെ ആകുമ്പോഴത്തേന് നല്ല പൂക്കൾ ഉണ്ടാവും. തൃശ്ശൂരിൽ നിന്ന് വാങ്ങിച്ചതാ, ഇവിടുത്തെ അല്ല. തൃശ്ശൂർ മണ്ണുത്തിയിൽ നിന്ന് വാങ്ങിച്ചതാ. ഇപ്പം അത് വെള്ളം കുറച്ച് കൊടുത്ത്, അതുകൊണ്ടാണ് എല്ലാം ഉണങ്ങി പൂക്കാൻ വേണ്ടിയിട്ട് വെള്ളം കുറച്ച് കൊടുത്ത് വെച്ചേക്കുക. വെള്ളം കൊടുത്തില്ല. പൂക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം കൊടുക്കാതിരിക്കണം, എന്നാലേ പൂക്കത്തുള്ളൂ. അപ്പോൾ ഇച്ചിരി ഒന്ന് പൂ കെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം കൊടുക്കാതെ അത് കുറച്ച് ഉണങ്ങിയതുപോലെ ഇരിക്കും. അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ഓർക്കിഡിനെ പരിചയപ്പെടാം. അതിന് മുന്നേ തന്നെ ഒന്ന് പരിചയപ്പെടുത്തുക. എൻ്റെ പേര് ഷീജ പ്രസാദ്. അപ്പോൾ ഗ്രൗണ്ട് ഓർക്കിഡ് ഇപ്പം ഇത്രയും ഇങ്ങനെ വളർത്തുന്നുണ്ടല്ലോ, അത് സെയിൽ ചെയ്യുന്നുണ്ടോ? ഇപ്പം സെയിൽ ചെയ്യാൻ തുടങ്ങി ഒരു മാസമായിട്ട്. എങ്ങനെയാണ്, നമ്മുടെ അടുത്തുള്ളവർക്കാണോ അതോ? അല്ല, ഫേസ്ബുക്കിനകത്ത് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, പിന്നെ ഓൺലൈൻ സെയിലല്ല. അപ്പം അങ്ങനെ വിൽക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ശ്രീജയ്ക്ക് പിന്നെ എനിക്കുള്ള യൂട്യൂബിനകത്ത് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റും? നമ്പർ കൊടുത്തോ, കുഴപ്പമില്ല, തരാം. ശരി ശരി. അപ്പം നമുക്ക് ഗ്രൗണ്ട് ഓർക്കിഡ് നോക്കാം. ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയേ. ഇതൊക്കെ തായ്ലൻഡ് വെറൈറ്റികൾ ഗ്രൗണ്ട് ഓർക്കിഡായി ഇരിക്കുന്നതൊക്കെ. പിന്നെ ഇത് യെല്ലോ റെയിൻബോ എന്ന് പറയും ഈ വെറൈറ്റി. ഇത് അതുപോലെ ഇത് യെല്ലോ പിങ്ക് സ്വീറ്റ് എന്ന് പറയുന്നൊരു തായ്ലൻഡ് വെറൈറ്റിയായത്. പിന്നെ ഇത് കുറച്ച് നോർമൽ വെറൈറ്റി, നേരത്തെ വന്ന നോർമൽ വെറൈറ്റിയാണ് ഇതൊക്കെ. ഈ വെള്ള ഇതൊക്കെ ഇതേണ്ട. ഇതും അധികം അങ്ങനെ ഗ്രൂപ്പിൽ ഫേസ്ബുക്കിലൊന്നും കാണാത്ത ഒരു കളർ അതേണ്ട ഈ നിൽക്കുന്നത്. ഇത് പിന്നെ ഇത് യെല്ലോ ബൊസാറക്കം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫ്ലവറൊക്കെ തീർന്നു. ഇത് 3 മാസം കൊണ്ട് ഫ്ലവർ ഉണ്ട് ഇതിനകത്ത്. എത്ര നാൾ നിൽക്കും ഇതിൻ്റെ ഒരു ഫ്ലവർ വന്നു കഴിഞ്ഞാൽ? ഇത് ഫ്ലവർ വന്നു കഴിഞ്ഞാൽ 5-6 മാസം നിൽക്കും. ഫ്ലവറൊക്കെ 5-6 മാസം നിൽക്കും. ഇതിങ്ങനെ പൂത്ത് ഇതിങ്ങനെ ഇങ്ങോട്ടിങ്ങ് വരും. ആണോ? ഫ്ലവർ കുറേ കാണും ഇതിനകത്ത്. ഫ്ലവർ കുറേ. ഇതിപ്പോൾ തീരാറായി. വേണ്ട, ഇതൊരു ബിസ്ക്കറ്റ് കളർ പോലെയുള്ള ഒരെണ്ണം. അതേണ്ട, ഇതേ നോക്കിക്കേ, കളർ കുറച്ച് നല്ലല്ലേ? ഇതെന്തോ സാധനം? ഇതിൻ്റെ പേര് മൊക്കാറ. പിടിക്കണമെങ്കിൽ കുറേ സമയം എടുക്കുമോ? അത് ഞാൻ കഴിഞ്ഞ വർഷം വാങ്ങിച്ച് നട്ടതാ. ഇനി അടുത്ത വർഷം കാണും ഫ്ലവർ ചെയ്യുമായിരിക്കും. കെമിക്കൽ ഫെർട്ടിലൈസറാണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്തൊക്കെ പിന്നെ എന്താ, ഓർക്കിഡ് ബൂസ്റ്റ് ആണോ? അതെ, ഓർക്കിഡ് ബൂസ്റ്റാണ് കൊടുക്കുന്നത്. ഇത് പർപ്പിൾ പൊങ്കാസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി. അതേണ്ട ഈ നിൽക്കുന്നത് നല്ല ഹൈറ്റിൽ പോകുന്നത്. ഇതിൻ്റെ നോർമൽ വെറൈറ്റിയൊക്കെ പണ്ട് നാടൻ ടൈപ്പ് ഉണ്ട്. ഇത് തായ്ലൻഡ് വെറൈറ്റിയാണ്. പർപ്പിൾ പൊങ്കാസ് എന്ന് പറയും ഇതിൻ്റെ ID. ഇതും നല്ലൊരു കളറാണ്. ഇതേ നോക്കിക്കേ, നല്ല ഒരു കളറായത്.
ചിലതാണെങ്കിൽ ഒരേ കളറാണെന്നുണ്ടെങ്കിലും അതിനുള്ളിൽ നോക്കുമ്പോൾ വെറൈറ്റി ആ ആയിട്ട് അതെൻ്റെ പ്രാവിന് ഇതിനകത്ത് പ്രാവ് ഉള്ളതാണ്. ഇത് കണ്ടോ, പ്രാവാണ്. ലിപ്പ് ഇതേണ്ട പ്രാവ് ഇരിക്കുന്നോണോ തോന്നുന്നു ഇതിനകം. നമ്മൾ അത് തന്നെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അങ്ങനെയാണ് ഇതിനകം ഇരിക്കുന്നത്, പ്രാവിൻ്റെ ഒരു ഷേപ്പ്. ഇതേണ്ട നല്ലൊരു കളർ ഇതുണ്ട്. ഇത് നോക്കിക്കേ, നല്ലൊരു കളറായത്. ഇത് വൈകിട്ടാകുമ്പോഴത്തേക്കിന് ഇത് ഫ്ലവർ ഇങ്ങനെ കൂമ്പി പോവും. അത് രാവിലെ ആകുമ്പോൾ നല്ലതായിട്ട് വിടർന്ന് നിൽക്കും, പക്ഷെ വൈകിട്ടാകുമ്പോഴത്തേനും അതിങ്ങനെ കൂമ്പിയതുപോലെയാവും. ഇങ്ങോട്ട് വന്നാൽ നമുക്ക് വേറെ കളറ്, ഇതും വേറൊരു കളറായത്. ഇത് നോക്കിക്കേ, ഇതിൻ്റെ കളറ് കണ്ടോ, ഇത് വേറൊരു കളറാണ്. ഇതിൻ്റെ പേര് ബാങ്കോക്ക് ബിഗ് യെല്ലോ എന്ന് പറയുന്നത്. ഇത് സ്പൈക്ക് നല്ല ഹൈറ്റിൽ പോകുന്നതാണ്. ഇത് കുറച്ച് ഫ്ലവർ ഇതുപോലെ പൊങ്ങി പൊങ്ങി അങ്ങ് പോകും. ഇത് സാധാരണ ചെറിയ സ്പൈക്കല്ല, ഇതിന് സ്പൈക്കിന് ഇച്ചിരി ഹൈറ്റ് കൂടുതലുള്ളതാണ്, കൂടിയേന. ഇത് ഇത്തിരി വിലയും ഉള്ളതാണ് ഈ ചെടിക്ക്. ഇത് യെല്ലോ ടെറസ്ട്രിയൽ എന്ന് പറയുന്ന ഒരു എണ്ണ. ഇത് ഇതിനൊക്കെ മിനിമം എത്രയായിരിക്കും ഇതിൻ്റെയൊക്കെ റേറ്റ് വരിക? ഇതിന് വില കൂടില്ല, 450 രൂപ, 400, 450, 500. പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ച് വിലയും കൂടുതലായിരിക്കും. ചെറിയ പ്ലാന്റിന് കുറച്ചുകൂടെ, മെച്ചർ പ്ലാന്റിന് കുറച്ച് റേറ്റ് ഉണ്ട്. പിന്നെ ഇത് യെല്ലോ ടെറസ്ട്രിയൽ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇത്. ഇതിൻ്റെ ഐഡിയ ഒന്നും എനിക്കറിയത്തില്ല. ഇതിനെല്ലാത്തിനും ഓരോ ഐഡിയ ഒക്കെ ഉള്ളതാണ്. ഇത് വേറൊരു കളറാണ്, അതാണ്ട് നോക്കിക്കേ, നല്ല ഒരു കളറായത്. ഒരു പർപ്പിൾ കളർ. ഒരു പർപ്പിൾ കളറ്. ഇതെല്ലാം നല്ലതുപോലെ അറിയാവുന്നവർക്ക് ഇതിൻ്റെ യെല്ലോ തന്നെ 3-4 ടൈപ്പ് ഉണ്ടെങ്കിലും അതിനകത്തെല്ലാം വെറൈറ്റി ആയിട്ടാ കളർ. ഇത് നോക്കിക്കേ, കണ്ടോ. ഇത് അറിയാത്തവർക്ക് കാണുമ്പോൾ എല്ലാം ഏകദേശം ഒരുപോലെയൊക്കെ തോന്നും. പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി അറിയാവുന്നതുകൊണ്ട് ഇതിൻ്റെ അകത്തെ കളറിനൊക്കെ നല്ല വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അത് ഉണ്ടോ വെള്ള, സാധാരണ വെള്ളയല്ല, അത് വയലറ്റ് അല്ല, അത് ഇതല്ലേ. അത് കുറച്ച് വ്യത്യാസമുണ്ട്. ആ വെള്ളയ്ക്കകത്ത് ആ ലിപ്പിനൊക്കെ കളർ വ്യത്യാസമുണ്ട്, ഉണ്ടത്. പിന്നെ ഇതേണ്ട ഇവിടെ ഇരിക്കുന്ന ഇതാണ്ട് ഈ ഒരു കളറ്, ഇത് ട്രൈ കളർ വേരിയൻ്റ്. ഇത് പല കളറിൽ വിരിയും. ഇതാണ്ട് ഇതിനുള്ളിലൊരു റെഡ് പോലെയോ അല്ലേ? അതെ. ഇത് പല രീതിയിൽ പൂക്കുന്ന ഒരു ഇനമാണ്. ഓരോ പൂവും ഓരോ വെറൈറ്റിയിൽ വിരിയും. ഇത് ഫുള്ള് വെള്ളയായിട്ടും ഒക്കെ വരും. ഇപ്പം വൈകിട്ടായപ്പോഴത്തേക്കിന് ചെടി പൂവൊക്കെ എല്ലാം കൂമ്പിയതുപോലെ ആയിപ്പോയി. കുറേ ഉണ്ട്. ഇതേ ഇവിടെ ഇരിക്കുന്നതൊക്കെ തായ്ലൻഡ് വെറൈറ്റികൾ. അതായി ഇരിക്കുന്നത് വരുന്നുണ്ട് മൊട്ട്. ഇതിനകത്ത് വരുന്നുണ്ട്, ഒന്നിനകത്തല്ല 2-3 എണ്ണത്തിനകത്ത് വരുന്നുണ്ട്. അത് ഇതുവരെ വിരിഞ്ഞിട്ടുള്ളതല്ല അല്ലേ? ഇതേ ആ പൂ അത് വരുന്ന യെല്ലോ മെല്ലോ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഇതാണ്ട്. ഇത് തായ്ലൻഡ് വെറൈറ്റി. അതെ, ഇത് അപ്പോഴതും ഒരു മഞ്ഞ ആയിരിക്കും. അതെ. അതേതാണെന്ന് ഏതാ ആ മൊട്ട് വരുന്നത്? ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല. ഇത് ഗ്രൗണ്ട് ഓർക്കിഡ് വിഭാഗത്തിൽ പെടുന്നതാണ്, പക്ഷേ എനിക്ക് ഇതിൻ്റെ പേരറിയത്തില്ല. പക്ഷേ അതിൻ്റെ ആ ഓലയെല്ലാം നോക്കുമ്പോൾ നമുക്കത് വേറൊരു വെറൈറ്റി ആയിട്ട് വേറൊരു വെറൈറ്റിയാണ് ഇത്. പക്ഷേ എനിക്ക് അതിനെപ്പറ്റി നല്ലൊരു അറിവില്ല. ഇത് നൺ ഓർക്കിഡ് എന്ന് പറയും, നൺ ഓർക്കിഡ്. ഇത് ഡവ് ഓർക്കിഡ്, അതറിയാമായിരിക്കുമല്ലോ, ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഡവ് ഓർക്കിഡ്, ഇത് നൺ ഓർക്കിഡ്. ഇതുവരെ ഫ്ലവർ ചെയ്തിട്ടില്ല. വരുമ്പോൾ മാത്രമേ ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റത്തുള്ളൂ അല്ലേ? അതെ. ഇവർ 2 പേരുണ്ടല്ലോ, ഞങ്ങളിവിടെ വന്നപ്പോൾ തൊട്ട് സ്വൈരം തരാതുള്ള കുരയായിരുന്നു. അതിനെ ഒരാളിങ്ങനെ നോക്കി നിന്നതുകൊണ്ടാണ് അനക്കമില്ലാതെ ഇങ്ങനെ നിൽക്കുന്നത്. ഇവിടുത്തെ മെയിൻ 2 പേരാണ്. ഇവരെ പരിചരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇവർ 2 പേര്. കാവൽക്കാര്. ആർക്കും എവിടെയും കൂടെയും പോകണ്ട. ഇത് അഗ്ലോണിമ അല്ലേ? ഇത് അഗ്ലോണിമ. അത്ര പുതിയ വെറൈറ്റി ഒന്നുമല്ല, പഴയൊരു വെറൈറ്റിയാണ്. ഇതവിടെയൊക്കെ കുറേ വേറെ ഇരിക്കുന്നുണ്ട്.
ഇതാണ് കലാത്തിയ അല്ലേ? എനിക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ വശമൊന്നുമില്ല. ഇത് അഗ്ലോണിമ, ഇത് കലാത്തിയ, ഇത് CC പ്ലാന്റ്, ഇസഡ് എന്ന് പറയുന്നത് CC പ്ലാന്റ്. ഇത് ഇവിടെയും ഇത് ഇരിപ്പുണ്ട്, അടീനി ഇപ്പൊ റിപ്പോർട്ട് ചെയ്ത് വെച്ചതാ ഇതൊക്കെ. അങ്ങനെ ഇത്രയും ഓർക്കിഡൊക്കെ കാണിച്ചു കഴിഞ്ഞ് ഇങ്ങനെ ഞാൻ വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഈ വീഡിയോ ഇന്ന് ഇവിടെ വെച്ചിട്ട് നിർത്തുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ബൈ.